നമ്മൾ ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ശേഷം എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണം എന്ന് വന്നാൽ അതിനുള്ള എഡിറ്റിംഗ് സൗകര്യം യൂട്യൂബിൽ തന്നെയുണ്ട്. അതുപയോഗിച്ച് വീഡിയോയിൽ വേണ്ടുന്ന മാറ്റങ്ങൾ വരുത്തുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ കാണുന്നത്. ആദ്യം യൂട്യൂബ് ഓപ്പൺ ചെയ്ത് റൈറ്റ് ടോപ്പ് കോർണറിൽ കാണുന്ന നമ്മുടെ ചാനൽ ലോഗോയിൽ ക്ലിക്ക് ചെയ്ത് യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യണം. ഇടതുവശത്ത് കാണുന്ന കണ്ടൻസിൽ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യാനുള്ള വീഡിയോ ഓപ്പൺ ചെയ്യണം. വീണ്ടും ഇടതുവശത്തുള്ള മെനുവിൽ നിന്ന് എഡിറ്റർ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യണം. ഇവിടെ നമുക്ക് ട്രിം ആൻഡ് കട്ട്, ബ്ലർ, ഓഡിയോ, എൻ സ്ക്രീൻ, ഇൻഫോ കാർഡ് എന്നീ എഡിറ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട്. ആദ്യം ട്രിമ്മിങ് എങ്ങനെയെന്ന് നോക്കാം. ട്രിം സെലക്ട് ചെയ്ത് ഒരു വീഡിയോയുടെ 2 എൻഡിൽ നിന്നും ട്രിം ചെയ്യാൻ ഈ ഓപ്ഷൻ ഉപയോഗിക്കാം. ഇങ്ങനെ ട്രിം ചെയ്ത ശേഷം വന്നിട്ടുള്ള മാറ്റങ്ങൾ സേവ് ചെയ്യാം. അത് വേണ്ട എങ്കിൽ ഡിസ്കാർഡ് ചേഞ്ചസ് ക്ലിക്ക് ചെയ്ത് ഡിസ്കാർഡ് ചെയ്യാം. ഇനി ഒരു വീഡിയോയുടെ പല ഭാഗങ്ങൾ എങ്ങനെയാണ് കട്ട് ചെയ്ത് നീക്കുന്നതെന്ന് നോക്കാം. അതിനായി ട്രിം ആൻഡ് കട്ടിന് നേരെയുള്ള ഈ പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്താൽ ന്യൂ കട്ട് എന്നൊരു ഓപ്ഷൻ വരും. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കട്ട് 1, അതായത് ഫസ്റ്റ് കട്ട് എഡിറ്റ് നമുക്ക് ചെയ്യാം. അതുപോലെ ഈ പ്ലസ് സൈനിൽ വീണ്ടും ക്ലിക്ക് ചെയ്താൽ കൂടുതൽ കട്ട് എഡിറ്റുകൾ ചെയ്യാൻ പറ്റും. ഈ ചുവന്ന 2 ബാറുകൾ ഉപയോഗിച്ച് നമുക്ക് കട്ട് ചെയ്ത് നീക്കാനുള്ള വീഡിയോ പോർഷൻ നിശ്ചയിക്കാം. ഇവിടെ സ്ലൈഡ് ചെയ്ത് ടൈം ലൈൻ എൻലാർജ് ചെയ്ത് ഓഡിയോ ബ്രേക്ക് കൂടാതെ കട്ട് ചെയ്യുന്നതിനുള്ള പോയിന്റുകൾ തീരുമാനിക്കാം. ഈ 2 ക്ലിക്ക് മാർക്കിൽ ഏതെങ്കിലും ഒന്നിൽ ക്ലിക്ക് ചെയ്ത ശേഷം പ്രിവ്യൂ കണ്ട് എഡിറ്റ് പോയിന്റ് ഉറപ്പാക്കാം. സേവ് ക്ലിക്ക് ചെയ്ത് മാറ്റങ്ങൾ സേവ് ചെയ്യാം. എനിക്കിവിടെ മാറ്റങ്ങൾ വേണ്ടാത്തത് കൊണ്ടാണ് ഡിസ്കാർഡ് ചേഞ്ചസ് ക്ലിക്ക് ചെയ്യുന്നത്. പലപ്പോഴും വീഡിയോയുടെ ചില ഭാഗങ്ങൾ വ്യക്തമാക്കാതെ മറയ്ക്കേണ്ടതായി വരും. അതിന് ബ്ലർ എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. ബ്ലർ ക്ലിക്ക് ചെയ്ത് ബ്ലർ ഷേപ്പും പൊസിഷനും ഡ്യൂറേഷനും നിശ്ചയിച്ച് സേവ് ചെയ്യാം. ഓഡിയോ റീപ്ലേസ് ചെയ്യുന്നതിന് ഓഡിയോ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ലൈബ്രറി ഓഡിയോ സെലക്ട് ചെയ്ത് ആഡ് ചെയ്യാം. അത് വേണ്ട എങ്കിൽ റിമൂവ് ക്ലിക്ക് ചെയ്യാം. സേവ് ചെയ്ത് നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് പോകാം. ഇതുപോലെ എൻ സ്ക്രീൻ മാറ്റി മറ്റൊന്ന് ചേർക്കാം. എൻ സ്ക്രീൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഇപ്പോഴുള്ള എൻ സ്ക്രീൻ ഡിലീറ്റ് ചെയ്ത് മറ്റൊരു വീഡിയോ എൻ സ്ക്രീനായി ചേർക്കാം. സേവ് ചെയ്ത് മാറ്റങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാം. ഇതുപോലെ തന്നെ ഇൻഫോ കാർഡും മാറ്റി മറ്റൊരു ഇൻഫോ കാർഡ് ചേർക്കാം. അതിനായി എവിടെ ഇൻഫോ കാർഡ് ചേർക്കണമെന്ന് തീരുമാനിച്ച ശേഷം ഇൻഫോ കാർഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഈ പെൻസിൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓപ്പണായി വരുന്ന വീഡിയോയിൽ നിന്ന് വീഡിയോ സെലക്ട് ചെയ്ത് സേവ് ചെയ്യണം. ഈ മാറ്റങ്ങൾ കൊണ്ട് വ്യൂവർഷിപ്പോ സബ്സ്ക്രിപ്ഷനോ ഒന്നും നഷ്ടമാകുന്നില്ല. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.